മുസ്ലിം ലീഗ് പറ്റിക്കുക മുസ്ലിം ലീഗിനെ മാത്രമാണ്. മുസ്ലിം ലീഗിന്റെ അണികൾ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ തട്ടിപ്പിനിരയാകുന്ന വിക്ടിമുകൾ, ഇരകൾ മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് പാതിവില തട്ടിപ്പിന്റെ കാര്യത്തിലായാലും ശരി, ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി നിർവഹണത്തിന്റെ പേരിൽ നടന്ന തട്ടിപ്പിലായാലും ശരി. 6 പേരാണ് ജൂലൈ മാസം 28-ാം തീയതി പരാതി കൊടുക്കുന്നത്. ജൂലൈ മാസത്തിലല്ല ഈ വിഷയം ഉയർന്നു വരുന്നത്. മെയ് മാസം 3-ാം വാരത്തിലാണ് നമ്മുടെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന പോളിംഗിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്ന സമയത്താണ് വാട്സപ്പ് മുഖേന ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി.പി. ഹാരിസും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റുമായ ഇസ്മായിൽ മുത്തേടവും അടങ്ങുന്ന ലീഗിന്റെ നേതൃത്വം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് 25 കോടി രൂപയും 30 കോടി രൂപ വരെ സമാഹരിച്ച് തിരിച്ചു നൽകാതെ പറ്റിച്ചു എന്നുള്ള വാട്സപ്പ് മെസ്സേജ് വാട്സപ്പ് നിറയുന്നത്. ആ സമയത്ത് മുസ്ലിം ലീഗുകാരും അല്ലാത്തവരുമൊക്കെ പലരും നമ്മളെ വാട്സപ്പിലും മൊബൈലിലൊക്കെ വിളിക്കുന്നുണ്ട്. ടി.പി. ഹാരിസിന്റെ നാട്ടിലെ സഖാക്കൾ നമ്മളെ വിളിക്കുന്നുണ്ട്. വിളിച്ച് ടി.പി. ഹാരിസ് ഇങ്ങനെ ഒരു തട്ടിപ്പിന് നേതൃത്വം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സ്വീകരിച്ച സമീപനം, വാട്സപ്പിലെ മെസ്സേജ് കണ്ട് സമരമെടുത്ത് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഹർത്താൽ നടത്തി ജയിലിൽ പോയ SDPIക്കാരെയും മുസ്ലിം ലീഗുകാരെയും പോലെ ഒരു സമീപനം സ്വീകരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് കഴിയില്ല. പരാതിയും തെളിവും വരുന്ന സമയത്ത് ഈ വിഷയം ഏറ്റെടുക്കാം എന്നുള്ള സമീപനമാണ് മെയ് മാസത്തിൽ ഉയർന്നു വന്ന വിഷയത്തിൽ നമ്മൾ എടുത്തത്. മെയ് മാസം കഴിഞ്ഞു, ജൂൺ മാസം കഴിഞ്ഞു, ജൂലൈ മാസം ആദ്യമായപ്പോ ചന്ദ്രിക പത്രത്തിൽ ഒരു കാക്കോളം വാർത്തയാണ് നമ്മൾ കാണുന്നത്. ടി.പി. ഹാരിസ്, മുസ്ലിം ലീഗിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി.പി. ഹാരിസിനെ മുസ്ലിം ലീഗിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നാണ് ആ വാർത്ത. എന്തിനാണ് വാർത്ത? എന്തിന് സസ്പെൻഡ് ചെയ്തു എന്ന് വാർത്തയിലില്ല. എന്താണ് അയാൾക്കെതിരെ സസ്പെൻഷന് ഇടയായ, നടപടിക്ക് ഇടയായ പ്രശ്നമെന്നുള്ളത് വാർത്തയിലില്ല. എന്നാൽ ടി.പി. ഹാരിസിനെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള കാക്കോളം വാർത്ത ഏതൊക്കെയോ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രം നൽകിയ വാർത്തയാണതെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാകും. ജൂലൈ മാസം 28-ാം തീയതിയാണ് നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിന്റെ മങ്കട നിയോജക മണ്ഡലത്തിലെ 6 പ്രവർത്തകർ വന്ന് സമീപിക്കുന്നത്. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞങ്ങൾ പറ്റിക്കപ്പെട്ടു, നിങ്ങളുടെ സഹപ്രവർത്തകൻ, നിങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി.പി. ഹാരിസ് ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം അപഹരിച്ചു പോയി. നിങ്ങൾ ഇതിന്റെ വാർത്ത കണ്ടിട്ടും വാട്സപ്പ് മെസ്സേജ് കണ്ടിട്ടും അതിനുശേഷം 2 ജില്ലാ പഞ്ചായത്ത് ബോർഡ് യോഗങ്ങൾ കഴിഞ്ഞിട്ടും ഇതിനെ സംബന്ധിച്ച് ചോദിക്കാനോ ഒരു പ്രതിഷേധം ഉന്നയിക്കാൻ പോലുമോ നിങ്ങൾ തയ്യാറായില്ല. അതിൽ ഞങ്ങൾക്ക് വിമർശനമുണ്ട് എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിന്റെ 6 പ്രവർത്തകർ ഞങ്ങളെ വന്ന് കണ്ടു. ഞങ്ങൾ പറഞ്ഞു, പരാതി കൊടുക്കും. നിങ്ങൾ പരാതിയില്ലാതെ നമ്മൾ ഒരു പ്രതിഷേധം എടുത്തു കഴിഞ്ഞാൽ മുസ്ലിം ലീഗാണ് ഒരു ഘട്ടം കഴിഞ്ഞ് അവരെല്ലാരും കൂടി കോംപ്രമൈസ് ആക്കും. പാതിവില തട്ടിപ്പിന്റെ കാര്യത്തിൽ അതാണ് ഉണ്ടായത്.